ഖിയാമത്ത് നാൾ വരെ, ഈ ലോകം അസ്തമിക്കുന്നത് വരെ ജനങ്ങൾ കിടക്കേണ്ട സ്ഥലമാണ് ബർസഖിയായ ജീവിതം. അത് ഖബറാണ്, അത് ഖബറിന്റെ ഉള്ളിലാണ്. അതിന് അല്ലാഹു തആല ഉപയോഗിച്ച വാക്ക് ബർസഖ് എന്നാണ്. നമുക്ക് പിന്നിൽ ഒരു ബർസഖിയായ ജീവിതമുണ്ട്. അല്ലാഹു പറയുകയാണ്, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, ഒരാൾക്ക് മരണമാസന്നമായാൽ ഖാല റബ്ബി ഇർജിഊൻ, അവൻ വിലപിക്കുകയാണ്, എന്നെ ഒന്ന് മടക്കണേ അല്ലാഹ്, ഒന്ന് മടക്കണേ അല്ലാഹ്. ലഅല്ലി അഅമലു സാലിഹാ, ഞാൻ നന്മ ചെയ്തു കൊള്ളാം. ഫീമാ തറക്തു, എന്റെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ സകല നന്മകളും ഞാൻ ചെയ്തു കൊള്ളാം. പടച്ചവനെ, ഒരവസരം നൽകി എനിക്കൊരു പുനർജന്മം നൽകണമേ അല്ലാഹ്. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, സാധ്യമല്ല, നിനക്ക് സാധ്യമല്ല. ഒരുപാട് ആയുസ്സുകളും ഒരുപാട് അവസരങ്ങളും ഒരുപാട് ദിനരാത്രങ്ങളും നിനക്ക് നാം നൽകിയിരുന്നു. ഇത് നിന്റെ അവസാനത്തെ സമയമാണ്, അന്ത്യസമയമാണ്. ഈ സമയത്ത് നിന്ന് നിനക്ക് ഒരു അല്പം പോലും നാം നീട്ടിവെക്കുകയില്ല. ലാ യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരു മനുഷ്യന്റെ ആയുസ് പൂർത്തിയായി കഴിഞ്ഞാൽ, അവന്റെ അവസാന സമയമെത്തിയാൽ ഒരൽപ്പം പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ അല്ലാഹു ചെയ്യുകയില്ല. കല്ലാ ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. ഒരു മനുഷ്യന്റെ ഭൗതികമായ ജീവിതത്തിലെ ആയുസ്സുകൾ മുഴുവനും, അവന്റെ ആരോഗ്യം മുഴുവനും ഭൗതികമായ ലോകത്തിന്റെ ഇച്ഛാശക്തിക്ക് വേണ്ടി അവൻ നഷ്ടപ്പെടുത്തി. അവസാനം അവൻ മരണത്തോട് മല്ലടിയുന്ന സമയത്ത് മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കാൻ അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് അമർത്തി പിടിക്കുമ്പോൾ അവൻ പറയുകയാണ്, ആരെങ്കിലും എനിക്കൊന്ന് മന്ത്രിച്ചോദണേ, ആരെങ്കിലും എനിക്കൊന്ന് ഓതിത്തരുമോ? ഞാൻ എന്റെ ബർസഖിയായ ലോകം കാണുകയാണ്, എന്റെ ആഖിറം ഞാൻ കാണുകയാണ്, എന്റെ ഭൗതികമായ ലോകത്തെ ഞാൻ ഇതാ വിട പറയുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും എനിക്കൊന്ന് മന്ത്രിച്ചോതുമോ? വളന്ന അന്നഹുൽ ഫിറാഖ്, ഞാനിപ്പോൾ തന്നെ മരിച്ചു പോകും, ഞാനിപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു പോകും, ഞാനിപ്പോൾ തന്നെ വിട പറഞ്ഞു പോകും. അതുകൊണ്ട് ആരെങ്കിലും എനിക്കൊന്ന് ഓതിത്തരണേ എന്ന് നിലവിളിക്കുകയാണ് ആ സന്ദർഭം. അപ്പോൾ മലക്കുകൾ ആക്രോശത്തോടെ, പ്രകമ്പനത്തോടെ, പ്രതിഷേധത്തോടെ അവനോട് പറയുകയാണ്, ഇല്ല ഇല്ല, നിന്റെ സമയത്തിന്റെ കാലാവധി പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. ഔലാ ലക ഫൗലാ, നിനക്ക് ഏറ്റവും അർഹപ്പെട്ട ശിക്ഷയാണ് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 50 വയസ്സ് വരെ, 60 വയസ്സ് വരെ, 70 വയസ്സ് വരെ, 90 വയസ്സ് വരെ ജീവിക്കാൻ അല്ലാഹു ഈ ഭൗതികമായ ലോകത്ത് നിനക്ക് അവസരം നൽകിയിട്ട് റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ അവന്റെ പള്ളിയിൽ പോയി നെറ്റിത്തട സമർപ്പിക്കാൻ തയ്യാറാകാത്ത നിന്നെ ഏറ്റവും കൂടുതൽ ശിക്ഷയ്ക്ക് വിധേയനാകേണ്ട സമയമാണിത്. തുമ്മ ഔലാ ലക ഫൗലാ, അതുകൊണ്ട് നീ അനുഭവിച്ചേ മതിയാവൂ, അനുഭവിച്ചേ മതിയാവൂ, അനുഭവിക്കണേ, അനുഭവിക്കണേ. മരിക്കാൻ കിടക്കുന്ന സമയം മനുഷ്യന്റെ അവസ്ഥ, അവസാന സമയം. നിലവിളിക്കും ഒരല്പ ആശ്വാസത്തിന് വേണ്ടി, ഒരല്പ രക്ഷയ്ക്ക് വേണ്ടി, ഒരല്പ ജീവന് വേണ്ടി. അവസാന സമയം വല്ല ഫായതയുണ്ടോ? അല്ലാന്റെ തീരുമാനമാണ്. ഒരാളുടെ സമയത്ത് കഴിഞ്ഞാൽ പിന്നെ അവനെ നമ്മൾ മുന്തിക്കയില്ല, പിന്തിക്കയില്ല.
അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അങ്ങനെ ആരെയെങ്കിലും പിന്തിക്കുമായിരുന്നെങ്കിൽ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളെ പിന്തിക്കുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ചാളുടെ ജീവിതത്തിന് എത്ര സന്തോഷമായിരിക്കും ലോകത്തിന് തന്നെ. പക്ഷേ ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് വന്ന് ചോദിച്ചത് നബിതങ്ങളോട് മാത്രമാണ്. റൂഹിനെ പിടിക്കട്ടെ, അങ്ങ് അനുവദിച്ചാൽ പിടിക്കാം, ഇല്ലെങ്കിൽ പിടിക്കുകയില്ല. നബിതങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകനോട് ചോദിച്ചിട്ടില്ല, നബിതങ്ങൾക്ക് ശേഷം ഒരു മഖ്ലൂക്കുകളോട് ചോദിക്കുകയുമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം സ്വന്തമാണ് അവകാശപ്പെട്ടതായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇല്ല, അല്ലാഹുമ്മ ഗഫിർലി വജഅൽനി ഇലാ റഫീഖിൽ അലാ, എനിക്ക് നീ പുറത്തുതാ അല്ലാഹ്, എനിക്ക് നീ പുറത്തുതാ അല്ലാഹ്, എന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോഴനായ എന്റെ മദനിലേക്ക് നാഥാ എന്നെ നീ എത്തിക്കണമേ റബ്ബേ, എത്തിക്കണമേ റബ്ബേ. ഈ ലോകത്തു നിന്ന് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ വിട പറയുന്ന സമയത്ത് അവസാനത്തെ വാക്കെന്തായിരുന്നു? അല്ലാഹുമ്മ ഗഫിർലി, എനിക്ക് നീ പുറത്തുതാ അല്ലാഹ്, എനിക്ക് നീ പുറത്തുതാ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഒരു മാപ്പ് ചോദിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അവർ ബർസഖിലെ ഭാഗ്യവാന്മാരാണ്. അവസാന സമയത്ത് നമുക്കൊരു ചാൻസ് കിട്ടിയാൽ അല്ലാഹ് നീ എനിക്ക് പുറത്തു തരണേ അല്ലാഹ് എന്നൊരു ചാൻസ് കിട്ടിയാൽ അല്ലാഹ് വലിയ കരുണയുള്ളവനാണ്, വലിയ കരുണയുള്ളവനാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് അദ്ദേഹം ഒരു വലിയ ഒരു ആസിയും ഹജ്ജാജ് ഇബ്നു യൂസുഫ് സഹാബാക്കളെയൊക്കെ കൊന്ന ആളാണ്. പക്ഷേ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുമാണ്, മുഅ്മിനായ മനുഷ്യനുമാണ്. അക്രമികളായ ഭരണാധികാരികൾ ആ കാലഘട്ടത്തിലുണ്ട്, ഈ കാലഘട്ടത്തിലുണ്ട്. ഇതൊക്കെ നമുക്ക് ഏറ്റവും വലിയൊരു തെളിവാണ്. നമ്മളിപ്പോ ഈ മോഡിയെ നോക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കിയിട്ടോ നമ്മൾ ആരെയും പുച്ഛിക്കേണ്ട കാര്യങ്ങളില്ല. മുൻ കാലഘട്ടങ്ങളിലെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ അക്രമികളായ ഭരണാധികാരികൾ മുസ്ലിമീങ്ങളായിരുന്നു. നമുക്കതറിയില്ല, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹി എന്ത് ഇടങ്ങേറ് കാണിച്ചു അക്രമികളായ മുസ്ലിം ഭരണാധികാരികൾ. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അലൈഹി, അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മഹുല്ലാഹ്, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹ്മഹുല്ലാഹ്, ബഹുമാനപ്പെട്ട താബിഈങ്ങളുടെ നേതാവ് സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല 30 ദിവസം ചാട്ടവാറ കൊണ്ടടിച്ചു. 30 ദിവസം ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല മർവാൻ. മുസ്ലിം ഭരണകൂടമാണത്. അല്ലാതൊന്നും മുശ്രിക്കീങ്ങളോ കാഫിരീങ്ങളോ നസ്രാനികളോ ജൂതന്മാരോ അല്ല, മുസ്ലിം ഭരണകൂടങ്ങളായിരുന്നു. അതേ മുസ്ലിം ഭരണകൂടത്തിന്റെ തലവനായിരുന്നു ഹജ്ജാജ് ഇബ്നു യൂസുഫ്. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ നന്മയാണ് പരിശുദ്ധമായ ഖുർആനിനെ ഇഅ്റാബ് ഇട്ടത് അദ്ദേഹമാണ്. ഇന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് ഓതാൻ വേണ്ടി ഇഅ്റാബ് ഇടാൻ ആഹ്വാനം നടത്തിയതും അത് ചെയ്യിപ്പിച്ചതും ഹജ്ജാജ് ഇബ്നു യൂസുഫാണ്. ആ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എത്രയോ സഹാബാക്കളെ കൊന്നു, നിഷ്ഠൂരമായി കൊന്നു കെട്ടിത്തൂക്കിയിട്ട് ദിവസങ്ങളോളം. എന്തിനായിരുന്നു? അദ്ദേഹത്തിന്റെ അക്രമത്തിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ. ജുമുഅയ്ക്ക് അദ്ദേഹമാണ് പ്രഭാഷണം നടത്തുന്നത്. ജുമുഅ ഖുത്ബയിലെ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് അദ്ദേഹം പ്രഭാഷണം നടത്തുന്ന കൂട്ടത്തിൽ പറയും, നല്ല നല്ല കുലച്ചു നിൽക്കുന്ന നല്ല നല്ല കുലകൾ നിറഞ്ഞു നിൽക്കുന്ന വിളഞ്ഞു നിൽക്കുന്ന പാകമായി വെട്ടാൻ പാകമായ നല്ല കുലകൾ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഇരിക്കുന്ന സഹാബാക്കളിൽ ആലിമീങ്ങളിൽ നല്ല നല്ല തലയെടുപ്പുള്ള പണ്ഡിതന്മാരെ ഞാൻ കാണുന്നു. അവരുടെയൊക്കെ തല മുറിച്ചു മാറ്റാൻ ഞാൻ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നു. അതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ലക്ഷ്യം, അതാണ് പറഞ്ഞതിന്റെ ആശയം. സഹാബാക്കൾ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും എഴുന്നേറ്റ് നിസ്കരിച്ച അപ്പളെ വെട്ടിക്കൊന്നുള്ളേ. ജുമുഅക്ക് ഖുത്ബയിൽ അദ്ദേഹം പ്രഭാഷണം നടത്തുന്നു, ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചാൽ തട്ടിക്കളയും. അനസ് റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരിപ്പുണ്ട്. നബി തങ്ങൾക്ക് 10 വർഷം ഖിദ്മത്ത് അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് നിസ്കരിക്കുമായിരുന്നു. അക്രമികളായ ഭരണാധികാരികളെ ഭയപ്പെടാതിരിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ. അനസ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് നിസ്കരിക്കുമായിരുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് കത്തെഴുതി. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഖിദ്മത്ത് ചെയ്ത ആരെങ്കിലും ഈ ഭൂലോകത്തുണ്ടായിരുന്നെങ്കിൽ നസ്രാണികൾ അവരെ ആദരിക്കുമായിരുന്നു, പൂവിട്ട് വാഴ്ത്തുമായിരുന്നു. ഇത് മനസ്സിലാക്കി കത്തെഴുതി. ഞാൻ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത വ്യക്തിയാണ്. ഞാൻ 10 വർഷം ഖിദ്മത്ത് ചെയ്ത വ്യക്തിയാണ്. എന്തിനാണ് പറഞ്ഞതിന്റെ ആശയം? അല്ലാഹുവിന്റെ റസൂലിന് ഖിദ്മത്ത് ചെയ്ത ഈ വ്യക്തിക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കത്തെഴുതിയ അനസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് വേണ്ടി ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറഞ്ഞു, ഒരാളും അനസ് റളിയല്ലാഹു അൻഹുവിനെ വേദനിപ്പിക്കരുത്. നന്മയും അയാളിലുണ്ട്, തിന്മയും അയാളിലുണ്ട്. നന്മയും അയാളിലുണ്ട്, തിന്മയും അയാളുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫാണ്. ആരും കിതാബുകളുടെ രേഖകൾ പരിശോധിച്ചാൽ ആസിയായിരുന്നു, ഫാസിഖായിരുന്നു.
ആസിയും ഫാസിഖുമായിരുന്നു എന്നാണ് കിതാബിൽ കാണാം. അത്രയ്ക്കും ക്രൂരത കാണിച്ച വ്യക്തിയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് അഫൂൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നന്മകളുണ്ട്. മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, മരണത്തോട് അടുത്ത് കിടക്കുന്ന സമയം, ക്യാൻസർ, വയറ്റിൽ വലിയ ക്യാൻസർ പിടിച്ചാണ് മരിച്ചത്. അല്ലാഹുമ്മ ഇന്നന്നാസ യസ്അമൂന അന്നക ലാ തഗ്ഫിറുനി ഫഗ്ഫിർനി ഫഗ്ഫിർലി ഫഗ്ഫിർലി. അദ്ദേഹം പറഞ്ഞ വാക്കാണ്, അല്ലാഹുവേ ജനങ്ങൾ പറയുന്നു നീ എനിക്ക് പുറത്തു തരില്ല എന്ന്. മരിക്കാറായി കിടന്ന സമയത്തും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന വാക്കാണത്. ജനങ്ങൾ പറയുന്നു നീ എനിക്ക് പുറത്തു തരില്ല എന്ന്, പക്ഷേ നീ കരുണയുള്ളവനാണ്, നീ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. അക്രമിയായ ഒരു ഭരണാധികാരിയുടെ അവസാനത്തെ വാക്കാണ് ഇത്. കേട്ട ഒരു സഹാബി, അന്ന് ജീവിച്ചിരുന്ന ബഹുമാനപ്പെട്ട താബീങ്ങളുടെ നേതാവായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ കേട്ടു. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റഹ്മഹുല്ലാഹ് പറഞ്ഞു, ഞങ്ങളുടെ ആഗ്രഹം അദ്ദേഹം തൗബ ചെയ്യാതെ മരിക്കണമെന്നായിരുന്നു. ഞങ്ങളുടെ ആഗ്രഹം, കാരണം സഹാബാക്കളെ നിഷ്ഠൂരമായി വധിച്ച ആ അഹങ്കാരി തൗബ ചെയ്യാതെ മരിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞോ? നിങ്ങൾ കേട്ടോ? അതെ, ഞങ്ങൾ കേട്ടു. ഫഗ്ഫിർലി എന്ന് പറഞ്ഞോ? എങ്കിൽ അതിന്റെ മുന്നിൽ ഇനി നമുക്ക് മറ്റൊരു മറയുമില്ല, അല്ലാഹു പുറത്തു കൊടുത്തേക്കാം. അവസാന സമയം നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാലേ അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹു ദേശത്തോട് ഇറക്കിയ സൂറത്താണ് സൂറത്തു തൗബ. ബിസ്മി എല്ലാം പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. പക്ഷെ എന്നാലും ആ സൂറത്തിന്റെ പേരെന്താ? തൗബ. അത് മനസ്സിലാക്കണം. അല്ല, എത്ര കാരണമുള്ളവനാ. ദേഷ്യത്തോടുകൂടി അല്ലാഹു ചില കാര്യങ്ങൾ ചർച്ച ചെയ്ത സൂറത്താണ് സൂറത്ത് തൗബ. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവന്റെ കരുണയെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യരുതെന്ന് പറഞ്ഞത്, ബിസ്മി ഓതാൻ പാടില്ല പറഞ്ഞത്. പക്ഷേ എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിന് നൽകിയ പേര് തൗബ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തരാം. അത്രയ്ക്ക് കരുണാവാരിധിയാണ് പടച്ച തമ്പുരാൻ. അതുകൊണ്ട് അവസാന സമയം, ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയം, ആർക്കെങ്കിലും അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ എന്ന് പറയാൻ ഒരു ഭാഗ്യം കിട്ടിയാൽ അവൻ ബർസഖിലെ ഭാഗ്യവാനാണ്. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നലിൽ ഖബരി ലവമ്മാ ലാ യൻജൂ മിൻഹു അഹദുൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർച്ചയായും ഖബറിന് ഞെരുക്കമുണ്ട്, ഖബർ വേദനിപ്പിക്കും, ഖബർ ഞെരുക്കും സഹാബ. ലൗ കാന അഹദുൻ മിൻഹാ നാജിയ, ആരെയെങ്കിലും ഖബർ വെറുതെ വിടുമായിരുന്നുവെങ്കിൽ ലകാന സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബർ വെറുതെ വിടുമായിരുന്നു. പാവപ്പെട്ട ഒരു കൊച്ചു കുഞ്ഞിന്റെ മൃതദേഹം കൊച്ചു കുഞ്ഞിന്റെ ഖബറടക്കിയിരിക്കുന്ന ഖബർസ്ഥാനിന്റെ ഓരത്തുകൂടി ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമയായ ആയിഷ റളിയല്ലാഹു അൻഹ നടന്നു പോകുമ്പോൾ ആ ഖബറിന്റെ അരികിൽ അവർ നിൽക്കുകയാണ്. ഫബഖത്, അവർ കരയുകയാണ്. ഉടനെ അവരോട് ചോദിക്കപ്പെടുകയാണ്, ഉമ്മുൽ മുഅ്മിനീനെ മാ യുബ്കീകി, നിങ്ങളെ കരയിച്ച വസ്തുത എന്താണ്? ഉടനെ മഹദിയായ ആയിഷ ബീവി പറയുകയാണ്, ആ ഖബറിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഇന്ന ലിൽ ഖബരി ലളമ്മാ ലൗ കാന അഹദുൻ മിൻഹാ നാജിയ ലകാന ഹാദാ സബീ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായും ഖബർ ആരെയും വെറുതെ വിടുകയില്ല. ബർസഖിന്റെ ജീവിതമായ ഖബർ ആരെയും ഞെരുക്കാതിരിക്കുകയില്ല. ആരെയെങ്കിലും ഖബർ വെറുതെ വിടുമായിരുന്നുവെങ്കിൽ ലകാന ഹാദാ സബീ, ഈ കുട്ടിയെ ഖബർ വെറുതെ വിടുമായിരുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ ഹദീസ് ഓർത്തുകൊണ്ട് ഈ കുഞ്ഞിന്റെ ഖബറിടത്തിലേക്ക് എന്റെ മനോമുഖരത്തെ ഞാനൊന്ന് ചേർത്ത് വെച്ച് ഞാൻ കരഞ്ഞു പോയതാണ്, ഓർത്തു പോയതാണെന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ പറഞ്ഞുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഭാഗ്യവാന്മാർ 3 വിഭാഗം ആളുകളാണ്. ഖബറെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മളൊക്കെ ആളുകൾക്ക് ഖബർ 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 എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടിട്ട് അടക്കാണ്ട് പാട്ടിന് പോവാണ്. ബർസഖിലെ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാല് നിങ്ങൾ ഓടി അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് കിടന്നാലൊന്നും അങ്ങനെ വിടുന്ന സാധനമൊന്നും അല്ല ആ കാണുന്ന ഖബർ.
നമ്മുടെ ചുള്ളന്മാരൊക്കെ ഒന്ന് മനസ്സിലാക്കുക, യുവാക്കളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഹൈബ്രിഡ് മുടിയൊക്കെ ഇങ്ങോട്ട് ഫാഷനൊക്കെ ആക്കി വെച്ചിട്ട് അങ്ങോട്ട് അല്ലാഹില്ല, റസൂലും ഇല്ല, ആഖിറും ഇല്ല, മഅ്സറും ഇല്ലാത്ത കോലത്തില നിന്റെ മട്ടും ഭാവത്തിൽ തന്നെ നടത്തതിന്റെ ഒക്കെ പോക്ക്. ആ ഖബർ തന്നെ മാടി വിളിക്കും. ഇന്നലെ വരെ വന്ന വാത് കേട്ട മനുഷ്യൻ ഇന്ന് മരിച്ചു. ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ അദ്ദേഹം ഇന്ന് മരിക്കുമെന്ന്? അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആ ബർസഖിയായ ജീവിതത്തിൽ സന്തോഷം അല്ലാഹു പകർന്നു കൊടുക്കുമാറാകട്ടെ. ആരെങ്കിലും അറിയുന്നുണ്ടോ നാളെ ആരുണ്ടാകും, ആര് ജീവിച്ചിരിക്കും, അവന്റെ അവസ്ഥ എന്തായിരിക്കും? ആർക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ നീ എന്താണ് പ്രവർത്തിക്കുക എന്നും നാളെ നീ ഏത് മണ്ണിലാണ് മരിക്കുക എന്നും അല്ലാഹു അല്ലാതെ മറ്റാരും അറിയുകയില്ല. ആർക്കറിയാൻ കഴിയും സഹോദര? ആർക്കറിയാൻ കഴിയും? ഇവിടെ നമ്മൾ ദുബായിക്ക് ജോലിക്ക് വേണ്ടി പോകുന്നു, അവിടെ പോയി അവിടുത്തെ ഇഖാമ പെർമിഷൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടുന്നു. വല്ല പ്രതീക്ഷ, ഒരുപാട് പ്രതീക്ഷയുമായി പോയ മനുഷ്യനാണ്. മരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ തന്നെയാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. മരിച്ചേ മതിയാവോ. സാക്ഷാൽ നമ്മുടെ റൂഹിനെ പിടിക്കുന്ന മലക്കുൽ മൗത്ത് പോലും മരിക്കണമെന്നാണ് അല്ലാഹുവിന്റെ തീരുമാനം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പോലും ആ മലക്കുൽ മൗത്തിനോട് പറയുമത്രേ, യാ മലക്കൽ മൗത്ത് ലാ ബുദ്ദ മിൻ മൗതിക, നീ മരിക്കൽ അനിവാര്യമാണ്. നീ മരിക്കണം, നീ മരിച്ചേ പറ്റുള്ളൂ. അങ്ങനെ മലക്കുൽ മൗത്തും മരിക്കും. ഈ ലോകത്ത് എല്ലാരും മരിക്കും. ആരും മരിക്കാതെ ആരാ മരിക്കാത്ത? ആരാ? കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان. നിതാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമായ പടച്ച തമ്പുരാനാണ്, അല്ലാഹുവാണ്. ആ നിത്യ ജ്യോതിസാണ് നിലനിൽക്കുക. ബാക്കിയുള്ളതെല്ലാം തകർന്ന് തരിപ്പണമാകുമത്രേ. എല്ലാം നശിച്ചു പോകും. കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ. അവൻ തിരുമുഖമൊഴിച്ച്, ആ ഒരു ശക്തി ഒഴിച്ച്, ആ ഒരു ജ്യോതിസ് ഒഴിച്ച് ബാക്കിയെല്ലാം നശിച്ചു പോകുമെന്ന് ഖുർആൻ. എല്ലാം തീരും, മൊത്തം തകർന്നു. എല്ലാവരും ഒരിക്കലും മരിക്കും. പക്ഷെ മരിക്കുന്ന സമയത്ത് ബർസഖിലെ ഭാഗ്യവാന്മാരായി മരിക്കണം, ഭാഗ്യവാന്മാരായി. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ തന്നെ പഠിപ്പിച്ചത്, ഒരാള് ജനിക്കുമ്പോഴും ഒരാള് മരിക്കുമ്പോഴും അല്ലാഹുവിന്റെ നാമം അവന്റെ ശ്രവണപുടത്തിലേക്ക് തളച്ച് കയറട്ടെ. അല്ലാഹുവിന്റെ നാമം കൊണ്ട് തുടക്കം കുറിക്കട്ടെ. അതിന്റെ ഒടുക്കവും അല്ലാഹുവിന്റെ നാമം കൊണ്ട് തന്നെയായിരിക്കണം. ഒരു കുട്ടി ജനിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ നാമമാണ് ആ കുട്ടിയുടെ വലത് കാതിൽ. മൻഉലിദ ലഹു വലദുൻ ഫഅസന ഫീ ഉദ്നിഹിൽ യുംനാ വഅഖാമ ഫീ ഉദ്നിഹിൽ യുസ്റാ ലം തദുറഹു മുസ്ബിയാൻ ഔ കമാ ഖാല റസൂലുള്ളാഹി റവാഹുൽ ബൈഹഖി. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയെ പിശാചിന്റെ പ്രഹരമേൽക്കുകയില്ല. കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ കുട്ടിയുടെ വലത് കാതിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതി കൊടുക്കണേ. ആ കുട്ടിയുടെ വലത് കാതിൽ ആലു ഇംറാന്റെ 36ാമത്തെ ആയത്ത്, ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിന
മിനശ് ശൈത്വാനിർ റജീം. ആ ഒരായത്ത് കൂടി നിങ്ങൾ ഓതിക്കൊടുക്കണമേ. അതായത് അല്ലാഹുവേ, ഈ കുട്ടിയിൽ ഉണ്ടാകുന്ന പിശാചിന്റെ പ്രഹരത്തിൽ നിന്നും പിശാചിന്റെ ശർറുകളിൽ നിന്നും ഈ കുട്ടിയിൽ നിന്ന് ഇനിയുണ്ടാകുന്ന കുഞ്ഞു മക്കളിൽ പോലും അല്ലാഹുവേ പിശാചിന്റെ അടിയിൽ നിന്നും അവന്റെ എല്ലാ ഇടങ്ങേറുകളെ തൊട്ട് നിന്നോട് ഞാൻ അഭയം തേടുന്നു നാഥാ. ഓരോ മാതാപിതാക്കളും കുട്ടികൾക്ക് വേണ്ടി ചെയ്യേണ്ട ദുആയാണ്. ഈ പിശാചിന്റെ ശർറിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു അല്ലാഹുവേ. വലത് കാതിൽ ഓതിക്കൊടുക്കും സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹ്, അതേപോലെ സൂറത്തു ആല ഇംറാൻ 36-ാമത്തെ ആയത്ത് ഓതിക്കൊടുക്കണം. തുടക്കം ഒടുക്കമോ നബിയുനാ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിന്റെ ഞെരുക്കത്തെ കുറിച്ച് ബർസഖിയായ ജീവിതത്തിന്റെ ഭയങ്കരതയെ ഭയാനകതയെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബാക്കൾക്ക് വിവരിച്ചു കൊടുക്കും കൂട്ടത്തിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മഅഫിയ അഹദുൻ മിൻ ലഗ്തത്തിൽ ഖബരി ഇല്ലാ ഫാത്തിമത ബിൻത് അസദ് ഇബ്നു ഹിശാം റളിയല്ലാഹു തആല അൻഹാ വസ്തുസ്നിയ മിൻ ഹാദിഹി സലാസത്തുൻ. ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്നും ഖബറിന്റെ പിടുത്തത്തിൽ നിന്നും ഖബറിന്റെ ഇടങ്ങേറിൽ നിന്നും രക്ഷപ്പെടുന്നവർ 3 പേരാണ്. 3 വിഭാഗമാണ്. അതിൽ ഒന്നാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അൽ അംബിയാ, അംബിയാക്കൾ ആ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് അല്ലാഹു അവരെ സഹായിക്കുമത്രേ. കാരണം എന്താണ്? അന്നഹും മഅസൂമൂന മിനൽ ഇർതികാബി ദുനൂബി വൽ മആസി. പാപങ്ങൾ ചെയ്യുന്നതിൽ നിന്നും പാപങ്ങൾ ചെയ്തു കൂട്ടുന്നതിൽ നിന്നും സമ്പാദിക്കുന്നതിൽ നിന്നും അംബിയാ മുർസലീങ്ങൾ എല്ലാവരും സുരക്ഷിതരാണ്. അതുകൊണ്ട് ഒരൊറ്റ അംബിയാ മുർസലീങ്ങളെ പോലും ഖബർ വേദനിപ്പിക്കുകയോ ഞെരുക്കുകയോ ചെയ്യുകയില്ല. രണ്ടാമത്തെ ബർസഖിലെ ഭാഗ്യവാന്മാർ ആരാണ്? ഒന്നാമത്തെ ബർസഖിലെ ഭാഗ്യവാന്മാർ അംബിയാ മുർസലീങ്ങളാണ്. പക്ഷെ ആ ക്വാളിറ്റി ഉള്ളവരായി മാറാൻ നമുക്ക് കഴിയുകയില്ല. അത് അല്ലാഹു തന്നെ അവരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവർക്ക് ആ ഭാഗ്യം ലഭിച്ചു. അല്ലാഹുവേ, ഞങ്ങളെ നാളെ അവരോടൊപ്പം നീ ഉയർത്തെഴുന്നേൽപ്പിക്കണേ നാഥാ. രണ്ടാമത് ബർസഖിലെ ഭാഗ്യവാന്മാർ ആരാണ്? ആദരവായ ശഫീആയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുകയാണ്, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഇൻദ മൗതിഹി ലം യുഫ്തൻ മിൻ അദാബിൽ ഖബ്രി വഅമിന മിൻ ലഗ്തതിഹി വഹഫത്തുൽ മലായികതു ബിഅകുഫിഹാ യൗമൽ ഖിയാമ ഹത്താ യുജീസുഹു മിനസ് സിറാത്തി ഇലൽ ജന്ന ഔ കമാ ഖാല റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ ഒരു ഭാഗ്യം ആർക്കെങ്കിലും ലഭിച്ചാൽ ആദരവായ ഹബീബായ തങ്ങൾ പറയുകയാണ്, ലം യുഫ്തം മിൻ അദാബിൽ ഖബ്രി, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന്, ഖബറിന്റെ ഭയാനതകളിൽ നിന്ന് അല്ലാഹു അവനെ സംരക്ഷിക്കുകയും വഅമിന മിൻ ലഗ്തതിഹി, ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് അല്ലാഹു അവനെ സുരക്ഷിതനാക്കുകയും ചെയ്യുമത്രേ. ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിക്കുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതി കൊടുക്കണം. ജനിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കണം, ഇഖാമത്ത് കൊടുക്കണം. വലത് കാതിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. ഇന്നി ഉഈദുഹാ ബിക ദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം ഓതണം. അങ്ങനെ ആരെങ്കിലും ഓതിയാൽ അവൻ വ്യഭിചരിക്കൂല, അവളെ വ്യഭിചരിക്കൂല, അവൾ ഒളിച്ചോടൂല, കാഫിറിന്റെ കൂടെ പോവില്ല, ഉറപ്പാണ്. പണ്ടിതൊന്നും നമ്മുടെ ഉപ്പാമാർ ഓതാത്തോണ്ടാണ് ഇനി പെണ്ണുങ്ങളൊക്കെ ഒളിച്ചോടുന്നത്. ഇനി വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സാധനം ഒളിച്ചോടാതിരിക്കാൻ ഈ ആയത്ത് ഓതിക്കോ. ഇൻഷാ അല്ലാഹ് നമ്മുടെ കുട്ടികളുടെ ഒക്കെ ചെവിയിലൊന്നും ഓതിക്കൊടു. അവൻ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ അൽഹംദുലില്ലാഹ് അല്ലാഹ് ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഈ അറിവ് കിട്ടിയത്, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇത് ഓതുകയാണെന്ന് പറഞ്ഞ് ഓതിക്കൊടുത്താൽ ഇൻഷാ അല്ലാഹ് അവരും വരും ഇനിയെങ്കിലും ആരെയും ഒളിച്ചോടി പോകാതെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാതെ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ വഴിയിൽ ജീവിച്ചു മരിക്കും. വ്യഭിചരിക്കുകയില്ല എന്നാണ്, വ്യഭിചരിക്കുകയില്ല ഈ ഒരു ആയത്ത് ഓതിയാൽ. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹ് സംരക്ഷിച്ചതാണ്.
ഈസബിന് മറിയമിനെ അല്ലാഹു തആല സംരക്ഷിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഹന്ന റളിയല്ലാഹു തആല എന്നെ ദുആ ചെയ്തു, മറിയം ബീവിയെ സഹായിച്ചു, മറിയമിന്റെ മകൻ ഈസാ നബി അല്ലാഹു തആല സഹായിച്ചു. ഈ ഒരൊറ്റ ദുആയുടെ ബർക്കത്ത് കൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഓതണം, ഓതി കൊടുക്കണം. നമ്മുടെ കുട്ടികളെ വളർന്നു വരണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. കുട്ടികളെ നമുക്ക് ആഖിറത്തിൽ ദുആ ചെയ്യുന്ന സാലിഹീങ്ങളായ സന്താനങ്ങളായി മാറണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ പരിശ്രമങ്ങൾ. അതിനാണ് നമ്മൾ ഈ വാളൊക്കെ വെക്കുന്നത്. അതുകൊണ്ടാണ് ചെറുപ്പക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ വന്ന് സദസ്സിലിരുന്ന് കുറച്ച് കേട്ട് എൽമ പഠിക്ക്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഗാനമേള നടക്കുന്നു. മുസ്ലിമീങ്ങളുടെ വീട്ടിലാണ് ഗാനമേള നടക്കുന്നു, കല്യാണത്തിന് ഗാനമേള നടക്കുന്നു. ചെറുപ്പക്കാർ മുഴുവനും അവിടെയുണ്ട്. എവിടെ ഖുർആൻ കേൾക്കാൻ, എവിടെ ഹദീസ് കേൾക്കാൻ, ഗാനമേള കേൾക്കാൻ താല്പര്യം. വഅദിന് പങ്കെടുക്കാൻ വഅദിന് വരും, ഉറൂസിന് പങ്കെടുക്കാൻ ഉറൂസിനും വരും, ഗാനമേളയ്ക്ക് പങ്കെടുക്കാൻ ഗാനമേളയ്ക്കും വരും, ഡിജെക്ക് ഡാൻസ് ആടാൻ ഡിജെക്കും വരും. എങ്ങനെ അവൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, എങ്ങനെ ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കുക, എങ്ങനെ സ്വർഗത്തിലെത്തുക, എങ്ങനെ ആഖിബത്ത് നന്നാവാൻ വേണ്ടി പരിശ്രമിക്കുക, ചിന്തിക്കണം. എന്തിനാണ് ഈ കല്യാണ വീട്ടിൽ ഈ മ്യൂസിക്കുകൾ? എന്തിനാണ് ഈ കല്യാണ വീട്ടിൽ ഈ പാട്ടുകൾ? അള്ളാഹു നിരോധിച്ചതല്ലേ, റസൂലുള്ളാഹി തങ്ങൾ ശപിച്ചതല്ലേ? ഈ ശാപം ഇവിടെ പേറിയിട്ടാണോ നമ്മുടെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ടത്? ഈ ശാപം കിട്ടിയ വീട്ടിൽ നമ്മുടെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ അതുകൊണ്ട് എന്ത് പുണ്യമാണ് നമുക്കുള്ളത്? അള്ളാഹുവിന്റെ ലഅനത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ. ഈ പാതിരാ സമയത്ത് ഈ മ്യൂസിക് അടിച്ച് പാട്ട് പാടുമ്പോ അള്ളാന്റെ ശാപം മാലാഖമാരെ ആ വീട്ടിൽ ലഅനത്ത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി പിന്നെ എങ്ങനെയാണ് നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഇഷ്ടദാസിയായി മാറുക? ഈ മാതാപിതാക്കൾ അള്ളാഹുവിന്റെ മുന്നിൽ എങ്ങനെയാണ് നാളെ നല്ല നിലയ്ക്ക് റബ്ബിനെ അഭിമുഖീകരിക്കുക? നിന്റെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തപ്പോ ശരീഅത്തിന്റെ നിയമം അനുസരിച്ചല്ല നീ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. ജൂതനസ്രാണികളുടെ സംസ്കാരത്തെ പിൻപറ്റിക്കൊണ്ടാണ് നിന്റെ മകളെ നീ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. തീർച്ചയായും നാളെ മലക്കുകൾ ഇതിന് സാക്ഷി പറയും, യാതൊരു സംശയമില്ല. ജൂത സംസ്കാരമാണ്, ശൈലിയാണ് പാട്ടും ഗാനമേളകളിലൂടെ വിവാഹങ്ങൾ നടത്തുക എന്നത്. ഇസ്ലാമിക സംസ്കാരമല്ല, ഇസ്ലാമിക സംസ്കാരമല്ല. നമ്മുടെ മക്കളെ നാളെ നിക്കാഹ് കഴിപ്പിക്കേണ്ട അള്ളാഹുവിന്റെ റസൂലിന്റെയും പേരിൽ അള്ളാഹുവിനെ പുകഴ്ത്തി റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി പരിശുദ്ധ ഖുർആൻ ഓതി ഹദീസുകൾ ഓതി നസീഹത്തുകൾ നടത്തി മഹാന്മാരായ സാദാത്തുകളും പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് നമ്മുടെ മകളെ നിക്കാഹ് കഴിച്ചു കൊടുക്കുന്ന ആ ഒരു മഹനീയമായ മഹത്വമേറിയ ആ സദസ്സ് നടക്കാനിരിക്കുന്ന നേരം വെളുക്കുമ്പോൾ പുലരുമ്പോൾ അതാണ് നാളെ നടക്കാൻ പോകേണ്ടത്. ആ സമയത്ത് അള്ളാഹുവിന്റെ റഹ്മത്താണ് നമുക്ക് ഇറങ്ങേണ്ടത്. അതിനു പകരം നമ്മൾ കൂടുതൽ സമയം വിളിച്ചു വരുത്തുന്നത് മുഴുവനും അള്ളാഹുവിന്റെ ശാപമാണ്. അള്ളാന്റെ ശാപമാണ് വിളിച്ചു ഈ പാതിരാത്രി മുഴുവനും. ഈ പാതിരാത്രി മുഴുവനും രാത്രി പാട്ടുകൾ മുഴുവനും കേട്ട് ഈ ഉമ്മത്തുകൾ, ഈ പെണ്ണുങ്ങൾ മെർസലെ സിനിമ കാണാൻ നിക്കാബിട്ട പെണ്ണുങ്ങൾ തിയേറ്ററിൽ തെള്ളുന്നു. നിക്കാബിട്ട പെണ്ണുങ്ങൾ കേരളത്തിലെ ചരിത്രമാണ്. മെർസലെ സിനിമ കാണാൻ നിക്കാബിട്ട പെണ്ണുങ്ങൾ അങ്ങനെയുണ്ട്. ചിന്തിച്ചു നോക്ക്, നമ്മുടെ ഇൽമുകൾ എവിടം വരെ എത്തി, ദീൻ എവിടം വരെ എത്തി. എന്നിട്ട് നമ്മൾ കുറ്റം പറയുന്നത് മോഡി അധികാരത്തിൽ കയറി അങ്ങനെ ചെയ്തു, അയാൾ അധികാരത്തിൽ യോഗി അധികാരത്തിൽ അവിടെ ചെയ്തു, അവരധികാരത്തിൽ കയറി ഇങ്ങനെ ചെയ്തു, ഇവരധികാരത്തിൽ കയറി ഇങ്ങനെ ചെയ്തു. നീ നന്നാവാതെ മോഡിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ നന്നാവാതെ യോഗിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ നന്നാവാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ നന്നാവണം. നമ്മുടെ ദുആ ആകാശ ലോകത്തേക്ക് എത്തുന്നില്ല, സ്വർഗലോകത്തേക്ക് എത്തുന്നില്ല. അവിടെ എത്തിയിട്ട് മടങ്ങി വരികയാണ്. എന്തുകൊണ്ട്? എന്റെ പ്രവൃത്തി മോശമാണ്, എന്റെ പ്രവൃത്തി ശരിയല്ല. ഞാൻ നിക്കാഹ് നടത്തിയാലും കല്യാണം നടത്തിയാലും ഇസ്ലാമിക ദീനിന്റെ പേരിൽ ഞാൻ കാട്ടിക്കൂട്ടുന്നത് കോപ്രായങ്ങളാണ്, തെമ്മാടിത്തരങ്ങളാണ്. എന്നിട്ട് ഞാൻ ദുആ ചെയ്യുന്നു.